ഇപ്പോൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ രണ്ടാം വട്ടം കഴിഞ്ഞ ഇപ്പോൾ മൂന്നാം വട്ടത്തിലേക്ക് കിടക്കുകയാണ്. റോജി എം ജോൺ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഭരണം ഉണ്ടായിരുന്നില്ല. റോജി എം ജോൺ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് ഭരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ MLA ആയിരുന്നു. എത്ര മാർക്ക് കൊടുക്കാം MLAക്ക്? അല്ല, MLAക്ക് മാർക്ക് കൊടുക്കേണ്ടത് ഞാനല്ലല്ലോ, അതൊക്കെ ജനങ്ങളാണ്. ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 5 വർഷം MLA ആയിരുന്നു. 9,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ജയിച്ചത്. രണ്ടാം വട്ടം മത്സരിച്ചപ്പോൾ അത് ഏകദേശം 16,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. 10 വർഷക്കാലം ജനങ്ങളുടെ കൂടെ മുഴുവൻ സമയവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി, വലിപ്പച്ചെറുപ്പം ഒന്നും കൂടാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ UDFന് വളരെ വേരോട്ടമുള്ള UDFൻ്റെ ഒരു കോട്ടയാണ് അങ്കമാലി. ആ കോട്ടയിൽ യാതൊരു വിള്ളലും ഉണ്ടാവില്ല. അപ്പോൾ മികച്ച രീതിയിലുള്ളൊരു വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. UDFൻ്റെ കോട്ടയാണ്. പക്ഷേ കഴിഞ്ഞ ഇത്ര കാലം ഇവിടെ ഭരിച്ചു ഇടതുപക്ഷത്തു നിന്ന് വന്നിരുന്നത്, ഇടതുപക്ഷത്ത് നിന്ന് CPM വീണ്ടും അങ്കമാലിയിൽ വരികയാണ്. ഷാജു പോളിനെ ഇറക്കുകയാണ്. അങ്കമാലി പിടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അല്ല, ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്നൊക്കെ ഉള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സ്ഥാനാർത്ഥി ആരാണെന്നൊന്നും നോക്കിയിട്ടല്ല, എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഞാൻ ആരാണെന്നുള്ളത് അങ്കമാലിക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് പറയുന്നത് മികച്ച വിജയം ഉണ്ടാകുമെന്ന്. എന്തായിരിക്കും അടുത്ത 5 വർഷത്തേക്ക്? അല്ല, അടുത്ത 10 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പ്രതിപക്ഷത്തെ MLA ആയിട്ടാണ് ഇരുന്നത്. ഇനി അടുത്ത തവണ ഭരണപക്ഷത്തെ MLA ആയിരിക്കും. ഉറപ്പാണ്. ഭരണം പിടിക്കുമെന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടാവും. എല്ലാ ആശംസകളും. താങ്ക് യു.